സ്വാതന്ത്ര്യദിനത്തിൽ വീടുകളിൽ പതാക ഉയർത്തുന്നതിൻ്റെ പ്രചാരണാർത്ഥമായി ഹർക്കർ തിരംഗ ബൈക്ക് റാലി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ ദേശീയ താൽപ്പര്യത്തിനു വേണ്ടി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാറ്റിവെക്കണമെന്ന് ഉപരാഷ്ട്രപതി നമ്മെ ഓർമ്മിപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. പറയൂ രാധാകൃഷ്ണൻ, വിവരങ്ങൾ. ഈ ബൈക്ക് റാലി ആരംഭിച്ചു അല്പസമയം മുമ്പ് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് ഈ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തത്. വളരെ കൗതുകമുള്ള കാഴ്ചയായിട്ട് നമുക്ക് ആ റാലിയിൽ കാണാനായിട്ട് സാധിച്ചത് കേന്ദ്രമന്ത്രിമാർ, അത് കിരൺ റിജിജു അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ബൈക്കിലെത്തി ഈ റാലിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യതലസ്ഥാനത്ത് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ച സർവ്വസാധാരണമല്ല. എങ്കിലും ഇന്ന് ഈ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ ഈ ബൈക്ക് റാലി നടക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് ബൈക്ക് റാലിയിൽ ഭാഗമാകാനായിട്ട് നൂറുകണക്കിന് പേരാണ് പല സ്ഥലങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഹർഘർ തിരംഗ പദ്ധതി രാജ്യത്തിന് ഏതാണ്ട് 2 വർഷത്തിന് മുമ്പാണ് രാജ്യത്തെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നത്. നമ്മുടെ ദേശീയ പതാകയുടെ മഹത്വം അത് എന്താണ് എന്ന് എല്ലാവർക്കും പകർന്നു നൽകുക എന്നുള്ളതാണ് ഈ ഹർഘർ തിരംഗ പദ്ധതിയുടെ ലക്ഷ്യം. ഇത്തവണ ഏറ്റവും വലിയ പരിപാടി നടന്നത് ജമ്മു കാശ്മീരിലാണ് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻപ് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഈ ദേശീയ പതാകയൊന്നും ഉയർത്താൻ പറ്റാതിരുന്ന പല മേഖലകളിലും ഇത്തവണ ഈ ഹർഘർ തിരംഗ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ബൈക്ക് റാലി. ഉപരാഷ്ട്രപതി ഈ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തു. അല്പസമയത്തിനകം ഈ ബൈക്ക് റാലി സമാപിക്കുകയാണ്. ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിലായിരിക്കും ഈ ബൈക്ക് റാലി സമാപിക്കുക. ഈ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കായിക പ്രതിഭകൾ അടക്കമുള്ളവർ ഈ സമാപന യോഗത്തിലും ഭാഗമാകും. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകി.